നല്ല വടകര ഭാഷ പറയുകയാണെങ്കിൽ രാവിലത്തെ ചായക്കൂട്ടലിന്റെ പരിപാടി നമുക്ക് കുറച്ച് സിമ്പിൾ ആക്കിയാലോ. അപ്പൊ ഇവനാണ് നമ്മുടെ താരം. നല്ല കറുത്ത പഴം, ആർക്കും വേണ്ടാതെ നല്ല കറുത്ത പഴം. അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായി ആയിക്കോ. അതിൽ ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ വേണം. കുറച്ച് മതി, തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. അപ്പൊ ഒരു മുറിന്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച പഴം 4 ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ കുനുകുനാ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ എന്നെ പ്രാഗി കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെക്കാം. ഇതുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്, ചില വീടുകളിൽ എപ്പോഴും. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം. അപ്പൊ ഞാനിതാ നമ്മുടെ തേങ്ങയും പഴമൊക്കെ കൂടെ കൈ കൊണ്ട് നല്ലോണം ഇളക്കി മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ട് നേരത്തെ തന്നെ വെള്ളമൊക്കെ തളിച്ച് മിക്സാക്കി വെച്ചതാണ് കേട്ടോ. ഇവിടെ ഞാൻ പിന്നെ പുട്ടിന് വേറെ പത്തിരിക്ക് വേറെ ഒന്നും പൊടിക്കാറില്ല. എല്ലാത്തിനും കൂടെ ഒരൊറ്റ പൊടി പത്തിരിപ്പൊടി. അപ്പോൾ ഈ പത്തിരിപ്പൊടി പുട്ടിന് കുഴക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാ. എത്ര കുഴച്ചാലും അതിന്റെ കട്ടകൾ ഉടഞ്ഞു കിട്ടൂല. അപ്പൊ ഞാൻ നേരെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2 കറക്ക് കറക്കും. ഇതാ സംഭവം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ പുട്ടുണ്ടാക്കാൻ പറ്റിയ പൊടി ഇട്ടു. അങ്ങനെ ഞാനിതെല്ലാം നല്ല കട്ടകളൊന്നും ഇല്ലാതെ മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് പരിപാടി തുടങ്ങാം. ഈ പുട്ടും കുറ്റിക്കുണ്ടല്ലോ നല്ലൊരു കൈയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൈ പൊള്ളാതെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അതിന്റെ കൈ പോയി. ഇപ്പൊ ഒന്നുമില്ല, സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മിക്സ്, അത് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുക്കരുത്, കുറച്ചധികം ഇട്ട് കൊടുക്കണം കേട്ടോ. അതാ ഇതുപോലെ ഉണ്ടല്ലോ. ഇവിടെ ഞാൻ ഒരു കുറ്റിയിൽ 2 കഷ്ണം ആക്കാറുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നത് ശരിയല്ലല്ലോ. ഒന്നുമില്ല, വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുറ്റി കൊണ്ടുപോയി ഫിക്സ് ആക്കി കൊടുക്കാം. 5 മിനിറ്റെങ്കിലും വേവിക്കണം കേട്ടോ, എന്നാലേ നല്ലോണം വേവുള്ളൂ. പിന്നെ എല്ലാവരുടെയും ഡൗട്ടായിരിക്കും ഇതിന് ആവി വരുമോ, പുട്ടിന് ആവി വരുമോ, പുട്ട് വേവോ എന്നൊക്കെ. ഇത് കണ്ടോ, പണ്ടത്തെ ട്രെയിൻ പോകുമ്പോൾ പോലും ഇത്ര പുക വന്നിട്ടുണ്ടാവില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുട്ട് നന്നായിട്ട് വേവും, നമ്മുടെ പഴവും നന്നായിട്ട് വേവും. പിന്നെന്ത് വേണം ഉണ്ടോ. ഇപ്പൊ എത്ര പണി ലാഭായി. പഴം വേറെ പുഴുങ്ങണ്ട, പുട്ട് വേറെ ഉണ്ടാക്കണ്ട. അതുമല്ല, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഴം വേറെ പുഴുങ്ങിയിട്ട് പുട്ടും കൂട്ടി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പം ഞാനിത് അവിടെ പപ്പടം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി കുഴച്ചങ്ങ് തട്ടട്ടെ. പറ്റാറ്റ.